ഹായ്, വേനൽ അവധി മഴക്കാലത്തേക്ക് മാറ്റിയാലോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ച. നിങ്ങൾ ആ പേര് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. വേനൽ അവധിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ജൂൺ ജൂലൈയിലേക്ക് മാറ്റാൻ പോകുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മളൊക്കെ ആലോചിക്കേണ്ട കാര്യം, ഞാൻ ഒരുപാട് തവണ ആലോചിച്ചാണ്, ആരാണ് ഈ അവധി വേനൽക്കാലത്ത് വെച്ചെന്നുള്ളത്. എന്തുകൊണ്ടത് മഴക്കാലത്തിലായില്ല, അല്ലെങ്കിൽ ഡിസംബർ ജനുവരി ആയില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ, പണ്ട് നമ്മളെ ഭരിച്ച ബ്രിട്ടീഷുകാർക്ക് അവർക്ക് ഈ ചൂടൊന്നും തീരെ സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ ചൂട് കാലമായി കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യും, വല്ല വയനാട്ടിലോ ഊട്ടിയിലേക്കൊക്കെ പോകും, നാട്ടിലെ പരിപാടിയൊക്കെ നിർത്തിയിട്ട്. അപ്പോൾ അവർക്ക് തോന്നി ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്താണ് ഇങ്ങനെ ആവണ്ട. അപ്പോൾ എന്ത് ചെയ്തു, അവരാണല്ലോ ഭരണത്തിൽ, അവർ പറഞ്ഞത് വേനൽക്കാലത്ത് സ്കൂളും വേണ്ട എന്നുള്ളത്. അപ്പം അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, വേനൽ അവധി വന്നത്. വർഷങ്ങളോളം പഴക്കമുള്ളൊരു സിസ്റ്റമാണിത്. അപ്പം ഈ ഒരു സിസ്റ്റം മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിപ്ലവകരമായ തീരുമാനമാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ആലോചന എന്താ പറയുക, നിങ്ങൾ മന്ത്രിസഭ മാത്രം കൂടി അല്ലെങ്കിൽ ഭരണകർത്താക്കൾ മാത്രം കൂടി എടുക്കുന്നതിന് പകരം പൊതുജനങ്ങളോടും കൂടെ അഭിപ്രായം ചോദിക്കുക എന്ന് പറയുന്നത് അതിനേക്കാൾ വിപ്ലവകരമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത്തവണയും മന്ത്രി ശിവൻകുട്ടി സർ സ്കോർ ചെയ്തിട്ടിരിക്കുന്നു. കൺഗ്രാജുലേഷൻ, അത് അഭിവാദ്യങ്ങൾ ഏറ്റവും ആദ്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ചെയ്താൽ എന്താ സംഭവിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഞാനിങ്ങനെ പല രാജ്യങ്ങളുടെയും ഈ അതായത് സമ്മർ വെക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, മെയിൻ വെക്കേഷൻ 1-2 മാസം നീളുന്ന മെയിൻ വെക്കേഷൻ എപ്പോഴാണെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ തമ്പ് റൂളായി വരുന്നത്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഏറ്റവും ബുദ്ധിമുട്ട് ഏത് സമയത്താണോ ആ സമയത്താണ് അവരുടെ മെയിൻ വെക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പം ഭയങ്കരമായ മഞ്ഞുള്ള പല രാജ്യങ്ങളിലും എന്താണ്, വിൻ്ററിലാണ് മേജർ വെക്കേഷൻ വരുന്നത്. അതേപോലെ കടുത്ത ചൂടുള്ള രാജ്യങ്ങളിൽ സമ്മറിലാണ് വരുന്നത്. ചില സ്ഥലങ്ങൾക്ക് നേപ്പാളിലൊക്കെ മൺസൂണിലാണ് വരുന്നത്. ഓക്കെ, അപ്പം അതാണ് ഇതിൻ്റെ ഒരു തമ്പ് റൂൾ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ കേസിൽ ഏതാണ് കുട്ടികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയം എന്നുള്ളതാണ്. ഇതിലെന്തല്ല ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയാൻ എനിക്കതിനുള്ള എന്തല്ല അർഹതയില്ല. ശരിക്കും അത് പറയേണ്ടത് കാലാവസ്ഥ വിദഗ്ധരാണ്. അതായത് ഇപ്പം കോഴിക്കോടിൻ്റെ കേസിൽ ഞാൻ കോഴിക്കോടിൻ്റെ കേസിൽ എനിക്ക് തോന്നുന്നത്, സമ്മറിലെ ചൂടിനേക്കാളും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് മഴക്കാലത്തുള്ള വെള്ളപ്പൊക്കവും പെട്ടെന്നുള്ള കനത്ത മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നതാണ്. പക്ഷെ പാലക്കാടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നേരെ തിരിച്ചായിരിക്കാം, ചൂടായിരിക്കും സഹിക്കാൻ പറ്റാത്തത്. അപ്പം ആ ഒരു തീരുമാനം സർക്കാർ എന്ത് ചെയ്യണം, കാലാവസ്ഥ വിദഗ്ധരുമായിട്ട് ചേർന്ന് എടുക്കണം. അങ്ങനെയാണെങ്കിലും പാരൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ, പാരൻസിനൊക്കെ അഭിപ്രായങ്ങൾ കാണുമ്പം ഒരുപാട് അവർക്ക് ഒരുപാട് കൺസേൺസ്. ഇപ്പം ഇത് മഴക്കാലത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇത് വേനൽക്കാലത്തിൻ്റെ പ്രശ്നം. ഇപ്പം മഴക്കാലത്തേക്ക് നമ്മുടെ അധ്യയന വർഷം മാറ്റുകയാണ്, അല്ലെങ്കിൽ അധ്യയന വർഷമല്ല, നമ്മുടെ വെക്കേഷൻ മാറ്റിയിട്ട് ജൂണും ജൂലൈയും അവധി, അതിനുശേഷം ഓഗസ്റ്റ് മുതൽ ഏപ്രിൽ മെയ് വരെ ക്ലാസ്സുമാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേഫ്റ്റി റീസണിൽ കുറേ കുട്ടികൾക്ക് അപകടങ്ങൾ, മഴയിൽ മുങ്ങി മരണം തുടങ്ങിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു അഭിപ്രായം. ഓക്കെ, അതേപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് അവരുടെ ഹെൽത്ത്. അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് നമ്മുടെ മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ട്, ഉറപ്പായിട്ട് 2-3 ദിവസം അവർ പനിച്ച് കിടന്നിട്ടുണ്ട്. അല്ലെ, ഈ മഴക്കാല രോഗങ്ങൾ സ്കൂളുകളിൽ നിന്നും വേഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ. അതേപോലെ തന്നെ മഴ കാരണം എത്ര ദിവസം അവധിയായി പോകുന്നു. അങ്ങനെ ഒരുപാട് ഹോളിഡേയ്സ് ഒഴിവാക്കാനുള്ള സാധനം മഴക്കാലത്താണ്. നമ്മുടെ മഴക്കാലത്ത് അവധി കൊടുക്കുകയാണെങ്കിൽ ഉണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ. പക്ഷേ ഇതേ പ്രശ്നം ഇപ്പോൾ സേഫ്റ്റിയുടെ സെയിം പ്രശ്നം ഒരുപാട് ആൾക്കാർ ഉയർത്തുന്നുണ്ട്. മഴക്കാലത്ത് വേനൽ അവധി മഴക്കാലത്ത് അവധി വെച്ച് കഴിഞ്ഞാൽ. കാരണം എന്താ, നമുക്ക് എപ്പോഴും ഈ കുട്ടികളെ വീട്ടിൽ തന്നെ ഇരുത്താനൊന്നും പറ്റില്ലല്ലോ. അവരെന്ത് ചെയ്യും, പുഴയിലും വയലിലൊക്കെ ചാടും. അപ്പോൾ അത് കൂടുതൽ അപകടം ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു സ്കൂളാണെന്നുള്ളൊരു ധൈര്യം നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു ചോദ്യം ഒന്നാമതായിട്ട് വരുന്നുണ്ട്. രണ്ടാമതായിട്ട് ഇത് കുറച്ച് ഇമോഷണൽ സാധനമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ കളി സമയം, ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലം ഓർക്കുകയാണെങ്കിൽ വേനൽക്കാലത്ത് നമ്മൾ പരിധികളില്ലാതെ ഒരു രീതിയിലുള്ള കണ്ടീഷൻസോ കൺട്രോളോ ഇല്ലാതെ നമ്മൾ കളിച്ചിട്ടുണ്ട്. മിക്കവാറും അതെന്തായിരിക്കും, ഒരു വരണ്ടുണങ്ങിയ വയലുകളിലാണ് അല്ലേ. അപ്പം ആ വയലുകളൊക്കെ മഴക്കാലത്ത് കളിക്കാൻ പറ്റൂല. അതേപോലെ തന്നെ പലപ്പോഴും മഴയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് വിടാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികളുടെ ആ ഒരു കളി സമയം വേനൽക്കാലത്തിൻ്റെ അത്ര യൂസ്ഫുൾ ആവുമോ എന്നുള്ളത്, അല്ലെങ്കിൽ കളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വലിയ ചോദ്യം തന്നെയാണ് അല്ലേ. ശരിയല്ലേ. അതേപോലെ തന്നെയാണ് അടുത്തൊരു പ്രശ്നം. സംഭവം വേനൽക്കാലത്ത് ചൂടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മുടെ നാട്ടിൽ കുടിവെള്ളക്ഷാമം എന്തായാലും രൂക്ഷമായിട്ട് തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ പല സ്കൂളുകളിലും വേനൽക്കാലം ആവുമ്പോൾ അവർക്കൊക്കെ ഒരു സമാധാനം, ഇനി 2 മാസം ഇല്ല, കുടിവെള്ളത്തെ പ്രശ്നത്തെക്കുറിച്ച് ആലോചിക്കേണ്ടല്ലോ. അപ്പം ആ ഒരു വാട്ടർ സപ്ലൈ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യം കേട്ടോ, വേനൽക്കാലത്ത് ക്ലാസ് ഉണ്ടെങ്കിൽ എന്തായാലും എല്ലാ ക്ലാസ് റൂം AC ആകണം. ഒരു സാമ്പത്തിക പ്രശ്നം അത് ഇതെന്നൊക്കെ പറയുകയാണെങ്കിലും AC റൂമിൽ വർക്ക് ചെയ്യുന്നതും അതേപോലെ AC ഇല്ലാത്തൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പലർക്കും അറിയായിരിക്കും. ആ ഒരു വ്യത്യാസം ഭയങ്കരമായിട്ട് പ്രൊഡക്ടിവിറ്റി കൂടാറുണ്ട്.
ഭാവിയുടെ തലമുറയിലൂടെ നമ്മൾ വളർത്തുന്നത്. അപ്പം AC ക്ലാസ് റൂമൊക്കെ ആവണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതേപോലെ തന്നെ ഈ ചൂട് എന്ന് പറയുമ്പം ഇപ്പോൾ പല അധ്യാപകരും പറയുന്ന കാര്യമാണ്. ഇപ്പം മാർച്ചിലൊക്കെ അവസാനം എന്താണ് SSLCയുടെ സ്പെഷ്യൽ ക്ലാസ്സൊക്കെ കുട്ടികളൊക്കെ വാടി തളർന്നു പോകുന്നുണ്ടെന്ന് പറയാം. അപ്പം ഉറപ്പായിട്ടും എന്താണ് അത് ഏപ്രിലും മെയ്യിലും കൂടെ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താണ് അത് രൂക്ഷമാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലാസ് റൂം AC ആക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. ശരിക്കും കുറച്ച് സാമ്പത്തിക പ്രശ്നം, ഇലക്ട്രിസിറ്റി ബിൽ, അതൊക്കെ ഭാവിയുടെ തലമുറയാണ് നമ്മൾ വളർത്തുന്നുള്ള രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിനേക്കാളൊക്കെ വരുന്നുണ്ട് ഒരു വലിയ പ്രശ്നം അവിടെ ബാക്കിയുണ്ട്. നമ്മൾ കേരളം വിചാരിച്ചാൽ, വിദ്യാഭ്യാസം എന്തൊരു വിചാരിച്ചാൽ നമ്മളൊക്കെ അതിനെ അനുകൂലിച്ചാൽ എന്ത് ചെയ്യും? ഒരുപക്ഷെ കേരളത്തിൽ വേനൽ അവധിയല്ല, അവധി, പ്രധാന അവധി മഴക്കാലത്തേക്കാവും. 1-2 വർഷമൊക്കെ പ്രശ്നമാണ്. പിന്നെ എന്താണ് അത് മഴക്കാല അവധിയായിട്ട് മാറിക്കോളും. പക്ഷേ അപ്പോഴും എന്താണ് പഠനത്തിൻ്റെ കണ്ടിന്യൂറ്റി വലിയൊരു പ്രശ്നം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 10ാം ക്ലാസ് കഴിഞ്ഞ എല്ലാ കുട്ടികളും +1 കേരള സിലബസാണ്, അത് പോട്ടെ. +2 കഴിഞ്ഞ കുട്ടികൾക്ക് എന്തുണ്ട്? ഒരുപാട് പരീക്ഷകളുണ്ട്, ഒരുപാട് കോളേജിൽ അഡ്മിഷൻസ് ഉണ്ട്. സാധാരണയായിട്ട് ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും മാർച്ചും ഏപ്രിൽ പകുതിയോടുകൂടി എന്ത് ചെയ്യും? പരീക്ഷകൾ കഴിയും. മെയ്യോടുകൂടി മിക്ക കോളേജുകളിലെയും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ CUET ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഏത് കോളേജുകളും ഏത് എൻട്രൻസ് എക്സാമുകളും മെയ്യോടെ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മളെന്തായിരിക്കും? നമ്മളെ ഫൈനൽ എക്സാമിൻ്റെ കാര്യമായ പ്രിപ്പറേഷൻ ആയിരിക്കും അല്ലേ? അപ്പം ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മഴക്കാലത്ത് അവധി കൊടുത്തുകൊണ്ട് നമ്മുടെ ജൂൺ ജൂലൈ അവധി കഴിഞ്ഞ് ഓഗസ്റ്റ് 1 മുതൽ നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് ഇങ്ങ് ഏപ്രിൽ മെയ്യിൽ പരീക്ഷ നടത്തുന്ന സിസ്റ്റം എന്തായാലും എന്ത് ചെയ്യില്ല, കേരളത്തിൽ വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനവും ഒരുമിച്ച് തീരുമാനം എടുക്കണം. അതെന്തായാലും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം പല രാജ്യങ്ങളിലുള്ളത്, അതായത് ഈ വലിയ അവധി കഴിഞ്ഞ പിറ്റേന്ന് തന്നെ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. പല രാജ്യങ്ങളിലും അക്കാഡമിക് ഇയറിൻ്റെ മിഡിലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ വലിയ അവധികൾ. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളടക്കം അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ശരിക്കും അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഏപ്രിൽ മെയ്യിൽ നമ്മൾ ക്ലാസ് തുടങ്ങാം. ഏപ്രിൽ മെയ്യിൽ ക്ലാസ് തുടങ്ങുന്നു, 2 മാസത്തിന് ശേഷം ജൂൺ ജൂലൈയിൽ വെക്കേഷൻ. അപ്പോൾ പലർക്ക് കണ്ടിന്യൂറ്റി ഓണം വെക്കേഷനൊക്കെ നമുക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നില്ലല്ലോ. 2 മാസത്തെ വെക്കേഷന് ശേഷം വീണ്ടും ഓഗസ്റ്റ് മുതൽ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ എന്ത് ചെയ്യുക? മാർച്ചിൽ തന്നെ എക്സാം വെക്കുക. അപ്പോൾ ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു. മാർച്ചിൽ തന്നെ എക്സാം വെക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? കുട്ടികൾ വീണ്ടും അടുത്ത +1ൻ്റെ അഡ്മിഷൻ ആയിക്കോട്ടെ, വേറെ എന്ത് സാധനമാണ്, അല്ലെങ്കിൽ കോളേജിൻ്റെ അഡ്മിഷൻ ആണെങ്കിൽ ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു അഡ്മിഷൻസും കുട്ടികൾക്ക് നഷ്ടമാവുകയില്ല. ഓക്കെ, സോ ദ ബിഗ് ക്വസ്റ്റ്യൻ ഈസ്, നമുക്ക് വേനലിൽ കുട്ടികൾ വീട്ടിലിരിക്കണോ അല്ലെങ്കിൽ മഴക്കാലത്ത് വീട്ടിലിരിക്കണോ എന്നുള്ള ആ ഒരു തീരുമാനം വിദഗ്ധരുമായിട്ട് സർക്കാർ ഡിസ്കസ് ചെയ്തിട്ട് എന്താണോ തീരുമാനിക്കുന്നത്, എന്താണെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും, കുട്ടികൾക്ക് വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക? ധൈര്യപൂർവ്വം കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം. ബൈ.